നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. സാങ്കേതിക കാരണത്താൽ നേരത്തെ 2 ജസ്റ്റിസുമാർ വിഷയം പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയിരുന്നു. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിലാണ് ഹർജി മൂന്നാമത് പരിഗണനയ്ക്കെത്തുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്നും. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജിയാണ് അതിജീവിത നൽകിയിട്ടുള്ളത്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു അന്വേഷണം നടന്നിരുന്നു. പക്ഷേ അതിൽ തനിക്ക് തൃപ്തിയില്ല. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പുനരന്വേഷണം വേണം. ഒപ്പം നേരത്തെ പോലീസ് നൽകിയിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുണ്ട്. അത് റദ്ദ് ചെയ്ത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ ഒരു SIT അന്വേഷിക്കണം. ഈ 2 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഹർജിയിലുണ്ടായിരുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ 2 തവണ ഈ ഹർജി പരിഗണിച്ചിരുന്നു. ആദ്യം ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യന്റെ ബെഞ്ചാണ് പരിഗണിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് മുൻപാകെ ഈ മെമ്മറി കാർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാതി വന്നിരുന്നു. അദ്ദേഹം അന്ന് ജുഡീഷ്യൽ രജിസ്ട്രാർ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പിന്മാറിയത്. പിന്നീട് ആ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചിലേക്ക് എത്തുന്നു. കൗസർ എടപ്പകത്ത് ജില്ലാ ജഡ്ജിയായിരിക്കെ അദ്ദേഹത്തിന്റെ ഓഫീസിലെ തന്നെ ഒരു സ്റ്റാഫ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന് ആക്ഷേപം ഉയരുകയും കൗസർ എടപ്പകത്തിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹവും അവോയ്ഡ് ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂന്നാമത്തെ ബെഞ്ചിലേക്ക് എത്തുന്നത്. ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ചിലേക്കാണ് എത്തുക. അതിൽ ഇനിയിപ്പോൾ പ്രോസിക്യൂഷൻ എന്ത് മറുപടി നൽകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതായത് അന്വേഷണം വേണമെന്നാണോ ആവശ്യം, അംഗീകരിക്കുമോ, അതല്ലെങ്കിൽ അന്വേഷണം തുടരാം, അല്ലെങ്കിൽ പുതിയ സംഘം രൂപീകരിക്കാമെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രോസിക്യൂഷൻ കഴിഞ്ഞ തവണയൊക്കെ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ ഒരൽപ്പം സാവകാശം തേടിയിരുന്നു. ഒരുപക്ഷെ ഇന്ന് ആ സാവകാശം നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അമൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.